Head there. Revival point here. Heads up! Enemy dropping close. Got a gun! Head there. ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്പോഴാണ് ഞാൻ റെക്കോർഡാവുന്നുണ്ടത് കേട്ടോ. അപ്പം ഇന്നാണ് ഇതും അതുപോലെ വെച്ചാൽ നിങ്ങൾ എത്ര ബിൽഡപ്പ് ഉണ്ട് നോക്കാൻ വേണ്ടി ഇങ്ങനെ അയച്ചൊന്നു അടിച്ചടിച്ചടിച്ചടിച്ച് കുറച്ച് നേരം നിന്നപ്പോൾ 95 ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഫുള്ള് പവറായിരുന്നു. നമ്മളെ അടിക്കുക, നമ്മൾ പ്ലെയറാണ്. എന്താ പ്ലേയേഴ്സ് ആരും ഉണ്ടാവുക ഞങ്ങളിവിടെ ഉണ്ട് ഇങ്ങനെയാണ് കളിച്ചു അങ്ങനത്തെ രീതിയിൽ മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് AW ഒക്കെ ആണ് വേണ്ടുള്ളത്. ഇതിനകത്ത് AW ഉണ്ട്. അപ്പം നമുക്കതിൽ കുറച്ചും കൂടെ സമയമുള്ളൂ. അപ്പം കളിക്കുമ്പോൾ കിട്ടും. പ്ലെയർക്ക് വന്നു കഴിഞ്ഞാൽ അടിക്കാൻ പറ്റിയ രീതിയിലാണ്. കുറച്ച് ലോങ്ങിനൊക്കെ അടിക്കാം. ലോങ് കണ്ണാണ്. ഓക്കെ, അങ്ങനെ നമുക്കാണ് ട്രെയിൻ വരാറായി 2 ഓക്കെ. അങ്ങനെ ട്രെയിൻ വന്ന് ഇങ്ങനെ കുറച്ച് നേരം മുന്നോട്ട് കിടന്നു. ഇനി കുറച്ച് സമയമുണ്ട്, 15. അങ്ങനെ കുറച്ച് നേരം ഇങ്ങോട്ടൊക്കെ ഇട്ട് കുറച്ച് നേരം വിളമ്പായിട്ട് കുറച്ച് നേരം കിടന്ന് കളിച്ച്. ഓക്കെ, പിന്നെ എന്താണ് ഇങ്ങനെ ഇതൊരു കിടിലൻ ഗെയിം പ്ലേ എന്ന് പറയാൻ കേട്ടോ. ഓക്കെ, നമുക്കാണെങ്കിൽ ഓക്കെ ടീമായിട്ടായിട്ട് നമ്മളാണെങ്കിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പം ഇവിടെ ആണെങ്കിൽ ഞാനാണെങ്കിൽ ആദ്യം ഇന്റൺ എടുത്ത് അപ്പം ഞാൻ ഓടിച്ചെന്ന് AW എടുക്കുന്ന കുറച്ച് സമയത്ത് പിന്നെ ഞാൻ ആ ലോങ്ങുള്ള ഗൺ അതും എടുത്ത് അതും വെച്ചുകൊണ്ട് നമ്മൾ പോയി. ഞാൻ മൈക്കുണക്കിയിട്ട് പറഞ്ഞ് ബ്രോ അതൊന്ന് തരുമോ, അതൊന്ന് തരും. പിന്നീട് കുറഞ്ഞ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതുവരെ അതിൽ കരുതാക്കണ്ട. ചെറുതായിട്ട് നെറ്റും കളഞ്ഞ വിഷയമാണ്. 24 ഞാൻ അവിടെ AW ഉണ്ട്. AW ഇങ്ങനെ എടുക്കാനായിട്ട് ചെന്ന് കാട്ടും ഇങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു കാണിച്ചത്. പിന്നെ നമ്മൾ വീണ്ടും പീക്കിലോട്ട് അങ്ങ് ഇറങ്ങിപ്പോവാന്ന് വെച്ച് പീക്കിലോട്ട് അങ്ങനെ പോവാണ്. പീക്കിലോട്ട് ഇങ്ങനെ പോവായിരുന്നു. അപ്പം പീക്കിൽ പോയപ്പം എന്താ പറയുക, ഇവിടെ നിന്ന് കുറച്ച് കില്ലിങ്ങളൊക്കെ എനിക്ക് AW കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ ആകുമ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എന്താ പ്രത്യേകം കിട്ടുന്നുണ്ട്. ഇവിടെ ഫൈറ്റിങ്ങുകളൊക്കെ ചെറുതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എനിക്കത് M4 ആയിരുന്നു. ഇവിടെ നിന്നാണെങ്കിൽ ഒരു കിട്ടിലൊക്കെ കുത്തിപ്പിടിയാണ് ഉണ്ടായിരുന്നത്. കുത്തിപ്പിടിയും മണ്ടത്തെല്ലാം ഉണ്ടായിരുന്നു. ഇരിക്കാനൊന്നും ഇരിക്കാൻ പറ്റില്ല. പിന്നെ ആണെങ്കിൽ ഞാൻ ചാടി ഇറങ്ങി മുക്കം വിട്ട് ലുവാൾ മറ്റേ സാധനം ഇട്ടിട്ട് അത് മറ്റേ സാധനം ഇട്ടിട്ട് എന്തെങ്കിലും കൂടി എടുക്കാൻ നോക്കി. പക്ഷേ കണ്ടില്ല. പിന്നെ ഞാൻ ഗണ്ണ് റീലോഡാക്കി അവന് 20 കൊടുക്കുന്നു. പിന്നെ കെട്ടുന്നിട്ട് എനിക്കാണ് ഏടെങ്കിലും നേരെ തന്നു. ഞാൻ പെട്ടെന്ന് അതങ്ങിട്ട് പിന്നെ എൻ്റെ M4 ലെവൽ 2 കൊടുത്തു. ഓക്കെ, ലെവൽ 2 ആണ്. അതൊന്നും ഇങ്ങനെ മെഡിക്കറ്റ് അടിച്ച് കയറ്റി നമ്മൾ വീണ്ടും അതിൻ്റെ സൈലൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം തന്നെ ഫുൾ സെറ്റപ്പാണ് ഞാൻ. ഓക്കെ, പിന്നെയാണ് ഞാൻ കണ്ടത് അവിടെ ട്രെയിൻ വിടാറായി. അപ്പോൾ ട്രെയിൻ വിടാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഒരു ചിപ്പും കിട്ടി. ചിപ്പെടുത്ത് ഞാൻ ലെവൽ 3 ആക്കി. അങ്ങനെ ഞാൻ ഫുൾ സെറ്റപ്പായി. പിന്നെ ഞാൻ അവൻ്റെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റൊക്കെ ഞാൻ എടുത്ത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ട്രെയിൻ 4 3 2 1 അപ്പോൾ ട്രെയിൻ വന്നു. അപ്പോൾ ഞാനാണെങ്കിൽ അങ്ങോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആയിട്ടൊരു പ്ലെയർ വരുന്നുണ്ട്. അവിടെ നമ്മൾ അടിച്ചിരുന്നുണ്ട്. അപ്പം നമുക്ക് 1 കില്ലാണ് ആയിട്ടുള്ളത്. ഓക്കെ,
ഓക്കെ I'm at the Infinity Station. ഓക്കെ 1 കിലോ ഉണ്ട്. ഇവിടുന്ന് എനിക്കിങ്ങനെ അടി കിട്ടേണ്ടുള്ളതാണ്. കിട്ടിയില്ലല്ലേ? ഓക്കെ അകത്ത് പോയി. പിന്നെ ഞാൻ കാർ എടുക്കാൻ പോയപ്പോഴേക്കും അമ്മ നടത്തും. പിന്നെ ഞാൻ ഇടം വീണ്ടും വീണ്ടും അവനെടുത്ത് എനിക്കൊന്ന് കിട്ടി. ഇടം കൊണ്ട് ഫുൾ സെറ്റായി. ഇപ്പോഴാണ് ഞാൻ ഫുൾ സെറ്റായി. പിന്നെ എന്തിനാണ് വെച്ച് ഇട്ടിട്ടുണ്ട്. അങ്ങനെ 4 പേർ ഓടിച്ചിട്ട് കിട്ടിലും പോലെ. പക്ഷേ ഇതിനകത്ത് കൊണ്ടെടുത്തില്ല. വീണ്ടും കൊടുക്കുന്നത് വീണ്ടും ഒന്ന് അപകടിച്ചിട്ട്. ഓക്കെ അപ്പോൾ വീണ്ടും അടുത്ത ട്രെയിൻ അവിടെ ഉണ്ടോ നോക്കുമ്പോൾ നമുക്ക് ലവട ഉണ്ട്. അപ്പോൾ ലവടയായിട്ട് ഇറങ്ങാം. അങ്ങോട്ട് ഇറങ്ങി പോകണം. വീണ്ടും ഇത് വേറെ എടുത്താൽ നമുക്ക് ഇത് സ്ഥലമല്ലേ? എനിക്ക് ഉറപ്പില്ലെന്ന്. അതെന്നാണ് എൻ്റെ രൂപം. അപ്പം എൻ്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം മാർക്ക് ചെയ്ത് എൻ്റെ അമരത്തൊക്കെ വരാൻ വേണ്ടി ചെറുതായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നൊരു കിട്ടിലൊരു അടിക്കിട്ടി. ഞാൻ മിട്ടടിച്ചില്ല. അവനെ അടിക്കണമെന്ന് എനിക്ക് തീരുമാനം. ഒരു കിട്ടിൽ ഹെഡ്ഷോട്ട് അടിച്ച് കുറച്ച് ബോഡിയും കൊടുത്ത് അവനെ നോക്കാക്കിയിട്ട് അവനെ അവിടെ ഞാൻ ഫിനിഷാക്കി. അപ്പോഴേക്കും ട്രെയിൻ വന്നപ്പോൾ ഞാൻ ട്രെയിനിൻ്റെ അടുത്തോട്ട് ഓടി. ഇവിടുന്ന് ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് ടിക്കറ്റൊക്കെ അടിച്ച് സെറ്റായിട്ട് അടുത്ത ട്രെയിൻ കയറാനായി. ഓക്കെ ഞങ്ങൾ കുറച്ച് തീയായി കേട്ടോ. സൈലൻസർ കിടപ്പുണ്ട്, പക്ഷേ ഇതിനകത്ത് കേൾക്കുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ. അങ്ങനെ നമ്മൾ ആ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഈ ട്രെയിനിൽ കയറി അവനെ കിടിലം പോലത്തെ കളി. അപ്പം ഞാൻ ഇവിടെ സ്കാറുണ്ടോ? ഓക്കെ സ്കാറില്ല. അതേ വെച്ച് ഈ കണ്ണൊക്കെ മതി. ഇതൊക്കെ മതി വെച്ച് അങ്ങനെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കിട്ടിലം കളിയാണ് കളി. നോക്കിക്കൊണ്ട് ഒരു കിട്ടിലം പോലത്തെ ഒരു ഹെഡ്ഷോട്ടും നല്ല കൊടുക്കാൻ പോകണം. ഞാനിങ്ങനെ പോകുന്നു. എന്നിട്ട് കണ്ടില്ല. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കണ്ടില്ല. കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ അവിടെ അതിന് നിന്നപ്പോൾ എനിക്കത് ഡാമേജ് വന്നു. ഞാനാണെങ്കിൽ വേഗത്തിലോട്ട് പോയി. അങ്ങനെ ഒരു കിടിലം പോലത്തെ ഒരു ഹെഡ്ഷോട്ടും കാറിൽ അടിച്ച് നിങ്ങൾ പിന്നെ നമുക്ക് കൊന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റിയ സംഭവം. അങ്ങനെ പിറകെ ഞാൻ പീക്കിലോട്ട് പോയി. അപ്പം ഇനി എന്തായാലും ഞാൻ മിണ്ടുന്നില്ല. ഇനി കളി നിങ്ങൾ കാണും. അപ്പം കളി കണ്ടതിന് കാര്യം പറയാം. ഓക്കെ ശരി. Help me! നമ്മൾ എന്താ പറയുക, ഈ യൂട്യൂബ് ചാനൽ നമ്മൾ എഡിറ്റൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മളിങ്ങനെ തന്നെ എടുത്തങ്ങിടും. നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഞാനിവിടെ പാനൽ എന്താ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ എന്താ പറയുക DP ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇന്നലെ എൻ്റെ കളി ഇങ്ങനെയാണ്. ഓക്കെ ഇങ്ങനെയാണ്. ആരെന്നെ ഹാക്കറെന്ന് പറയാനുള്ള കളിയൊന്നും ഇല്ല. ഓക്കെ ഹാക്കറൊന്നുമല്ല ഞാൻ. ഹാക്കറെന്ന് പറയാനുള്ള കളിയില്ല. ഹാക്കറെന്ന് പറയാനേ പറ്റത്തില്ല. എൻ്റെ അടുത്ത് വല്ലത്തില്ല. ഹാക്കറെന്ന് അക്ഷയ പോലെ ഒന്നും പറയാൻ പോലും പറ്റത്തില്ല. കാര്യം അത്രയും നൂബാണെന്ന് നൂബാണ്. ഞാൻ അത്യാവശ്യം കളിക്കുന്നതേ ഉള്ളൂ. നല്ല വലിയ പ്രോ പ്ലെയറൊന്നുമല്ല. ഓക്കെ അപ്പം അങ്ങനെ അപ്പോൾ ലെങ്ത്ത് 90 സംതിങ് ആയിട്ടുണ്ട്. ഓക്കെ നല്ല ലെങ്ത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഫൈറ്റ് നടന്നപ്പോഴേ എനിക്ക് തോന്നും അവിടെ വേറെ കുത്താണ്, അതിൻ്റെ ഇടയിൽ കൂടെ കയറി കുത്താന്ന് വെച്ച്. അങ്ങനെ നമ്മൾ എന്താ പറയുക അങ്ങനെ അതിൻ്റെ അടുത്തോട്ട് പോകാമായിരുന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ വേറെ ഞാൻ അങ്ങോട്ട് എനിക്ക് അടിയുണ്ടല്ലോ എന്ന് വെച്ചു. അങ്ങനെ എന്നെ അടിച്ചു. ഞാൻ അങ്ങനെ പോയി അവർ അടിച്ചിട്ടിരിക്കുന്നത് പക്ഷെ കണ്ടില്ല. അങ്ങോട്ട് ഒടിക്കണം. കുറച്ച് പേര് കുറച്ചെല്ലാം പിടിച്ചങ്ങ് ഇട്ട്. ഓക്കെ അപ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് ഇവിടുന്ന് അടി. അപ്പോൾ എനിക്ക് നല്ല ഡാമേജ് ഉണ്ട്. അവനെ അടിക്കാൻ നോക്കിയപ്പോൾ എൻ്റെ ടീമേറ്റ് അടിച്ച് വേറെ കുഴപ്പമില്ല. നല്ല കുഴപ്പമില്ല. നമ്മളങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഫൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നോക്ക് നല്ല കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ 5 കില്ലായിട്ടുണ്ട്. ഓക്കെ
5 കില്ലും കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തപ്പോൾ ഞാൻ നമുക്കൊരു പ്ലെയർ ഉണ്ട്, ഞാൻ അടിക്കാൻ പറ്റിയ പക്ഷെ കണ്ടില്ല. പിന്നെ വണ്ടി എടുത്തിരിക്കാൻ വെച്ച് എന്നാൽ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി. വണ്ടി എടുത്ത് കറക്റ്റ് കൊണ്ടുവന്ന് വെച്ചാൽ പക്ഷേ നെറ്റിലായിക്കാതെന്ന് തോന്നുന്നു. അവിടെ നെറ്റ് ഉണ്ടോ ആരും നോക്കേണ്ടി വരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഒരു അടി കൊടുത്ത് ഷൂട്ട് കൊടുത്ത് പിന്നെ ഞാനാണ് അവിടെ ഞാൻ കില്ലം പിന്നെ ചെയ്തു. അവിടെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാനാണെങ്കിൽ അങ്ങനെ എന്തുവാ അങ്ങനെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഇവിടത്തെ ഇപ്പോൾ ഒരു പ്ലെയറിനെ കണ്ടു. ഇവിടത്തെ ഞാൻ പൂച്ച കാലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പൂച്ചാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാണ് കിടന്ന് വായ വിളിക്കും. ഓക്കെ നല്ല വിളിക്കും. അങ്ങനെ പൊട്ടിപ്പിടിച്ച് കളിക്കാനൊക്കെയാണ് നമ്മൾ കളി ജയിച്ചാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ ബാക്കിൽ നിർത്തി ഞാൻ ഒന്നും നോക്കില്ല, ഇവനെ അടിച്ചിടണമെന്നുള്ള രീതിയിൽ നമ്മൾ അടിച്ചുമുട്ട് പിന്നെ വണ്ടൊക്കെ കൊടുത്ത് അവനെ അടിച്ചെന്ന് നോക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ കൊച്ചു മീൻ കണ്ണ് വെച്ച് അടിച്ചും കൊല്ലാൻ നോക്കി. പക്ഷേ രണ്ടാമത്തെ ടീമേറ്റ് ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ എൻ്റെ ടീമേറ്റ് വന്നപ്പോൾ ഞാൻ എടുത്ത് ഇങ്ങനെ കൊടുത്തു. പക്ഷേ ഭാഗ്യത്തിന് ഭാഗ്യത്തിന് അവനെ ഒരടി കൊണ്ടില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് ചാടി ബാക്കിൽ ഞാൻ അടിക്കുന്നുണ്ടായിരുന്നു. കുത്തിപ്പിടിച്ചപ്പോൾ അവനൊക്കെ ഇങ്ങനെ എടുത്തു. ഞാനാണെങ്കിൽ നോക്കായി കിടന്നപ്പോൾ ഞാൻ അവനെ അയച്ചിട്ട് പക്ഷേ എന്നെ പെട്ടെന്ന് ദൂരെ നയിച്ചിട്ടുണ്ട് ആരും. അപ്പോൾ എനിക്കപ്പം ഞാൻ ആ കളി ജയിച്ചതിനുള്ളത് എനിക്ക് ഒരു ഫ്രീ ആയിട്ട് എനിക്ക് പെട്ടെന്ന് റിവൈവ് ആകാൻ പറ്റിയ സംഭവം ഉണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ മനഃപൂർവ്വം തന്നെ അതിനത് കില്ലിങ് ഇനിമിനേറ്റായി. അങ്ങനെ ഞാൻ ഇറങ്ങി, ഞാൻ പ്ലെയിനിൽ നിന്ന് ഇറങ്ങി വീണ്ടും അങ്ങനായി. ഗ്ലൂ വാൾ എൻ്റെ കയ്യിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മാസമൊക്കെ. അങ്ങനെ തന്നെ നമ്മൾ എന്താ സോൺ സിങ്കാവുന്നതിൻ്റെ നടുക്കോട്ട് ഇറങ്ങാൻ നോക്കി. ഞാൻ ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു കില്ലും കൂടെ കിട്ടി. ഫുൾ 9 കില്ലാവും. ഓക്കെ, ഇവിടെ വന്ന് എനിക്കൊരു വണ്ടിയിൽ ഒരുത്തനാണ് നീങ്ങുന്നത്. എനിക്കറിയാം വണ്ടി അടിച്ച് പൊടിച്ചിട്ട് എംട്ടനെ വെച്ചാണ്ട് കുത്തി അവർ ഹെഡ് ഷോട്ട് കൊടുത്തു. അങ്ങനെ നോക്കി എൻ്റെ മണ്ട കയറാൻ പറ്റിയിട്ട് കയറില്ല. പിന്നെ ഞാനില്ല അതെടുത്ത് ഇറങ്ങി എന്താ ഡ്രോപ്പ് ഇടുന്ന സാധനം ഇറങ്ങി. എൻ്റെ പൂച്ചയാണ്. എൻ്റെ പൂച്ചയുടെ പേര് ഷീറോ എന്നാണ്. ഓക്കെ, ഷീറോ എന്നാണ്. ഓക്കെ, അങ്ങനെ അവിടെ നിൽക്കണം. അപ്പോൾ ഇവിടെ കിടക്കട്ടെന്ന് വെച്ചപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി മാപ്പിൽ ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ വണ്ടിയുടെ കളർ മാറി വരുന്നു. റെഡായി. അപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടി അടുത്ത് വന്നു. ഈ പാറയുടെ വണ്ടിയിൽ കൂടെ ഇങ്ങനെ കയറി വന്നപ്പോൾ ഇവിടെ കിടന്നു. പൊട്ടിച്ച് പിടിച്ചങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി. ഇനിയും നമുക്ക് പിള്ളേരുണ്ട്, 2 പേരാണ്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ ഇവൻ്റെ അടുത്തൊന്നും ഇല്ല. എംട്ടൻ്റെ ബുള്ളറ്റ് കയറുന്നു അപ്പോഴേക്കും. അപ്പോൾ ഞാൻ എംട്ടൻ്റെ ബുള്ളറ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടി എന്തോ നോക്കിയപ്പോൾ പെട്ടെന്ന് നോക്കാമായി. പിന്നെ എംട്ടൻ്റെ പെട്ടെന്ന് എൻ്റെ ടീമിൻ്റെ ഒരുത്തനെ ഞാൻ കൊന്നു. ഈ ഒരു ലാസ്റ്റ് പ്ലെയറാണ് അവിടെ വിളിച്ചിരിക്കണം. എൻ്റെ ടീമേറ്റ് എന്നെ കൊല്ലും. നമുക്ക് ഇവിടെ കാണും എന്നായിരുന്നു എൻ്റെ ഒരു ഊഹം. പക്ഷെ അവിടെ ഇല്ലായിരുന്നു. ഓക്കെ, സ്വന്തം പ്ലെയറിനെ ഞാനല്ല അടിക്കുന്നത്, എൻ്റെ ടീമേറ്റ് തന്നെയാണ്. ടീമേറ്റ് എന്നെ കൊന്നിട്ട് ഞങ്ങൾ എടുക്കണം. ഓക്കെ, അങ്ങനെ ഞങ്ങളാണെങ്കിൽ കളി അങ്ങനെ എടുക്കാറായിട്ടുണ്ട്. 14 അയ്യോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആനയും കൊന്ന് ഞങ്ങളങ്ങനെ എടുത്ത് കളി ഇങ്ങനെ സ്റ്റോപ്പ്. ഇത്തരത്തിലുള്ള വീഡിയോ.